അപ്പോൾ ഹലോ ഗെയ്സ്, അപ്പം നമ്മൾ ഇന്നൊരു യാത്ര പോവാണ്. നമ്മൾ നാവൂരിലേക്കാണ് പോകുന്നത്, നാവൂര് പള്ളിയിലേക്ക്. അപ്പോൾ അങ്ങോട്ട് പോണ വഴിക്ക് നമ്മൾ ടയറൊക്കെ മീൻസ് കാറ്റൊക്കെ നിറയ്ക്കാൻ വേണ്ടി കയറ്റി വർക്ക്ഷോപ്പിൽ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി മൂന്നാർ റൂട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. എനിക്കങ്ങനെ വീഡിയോസൊന്നും എടുത്ത് പരിചയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മളിപ്പം നാവൂര് പള്ളിയിലേക്ക് പോവാണ്. കുറച്ചധികം ദൂരം അങ്ങോട്ടുണ്ട്. ഇത് നേരിമംഗലം പാലമാണ്. ഞങ്ങൾ ചുരം കയറിയാണ് അങ്ങോട്ട് പോകുന്നത്. മീൻസ് മൂന്നാർ ടച്ച് ചെയ്യുന്നില്ല. അതിനു മുമ്പ് ഒരു അടിമാലിയൊക്കെ കഴിയുമ്പോഴേക്കും തിരിഞ്ഞ് വേറെ റൂട്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയത്. അപ്പോൾ അങ്ങനെ ഇത് നേരിമംഗലം പാലമാണ്. കുറച്ചധികം ദൂരമുണ്ട് അങ്ങോട്ട് നാവൂര് പള്ളിയിലേക്ക്. പോണ വഴിക്ക് ചായ കുടിച്ചു, പിന്നെ കസ്റ്റാർഡ് ബണ്ണൊക്കെ വാങ്ങിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് പോവാണ്. കുറച്ച് നേരം എടുത്തു. ഞങ്ങളവിടെ എത്തിയപ്പോൾ കുറച്ച് നൈറ്റായിട്ടുണ്ട്. 3:30 ഒക്കെ ആയി, 4:03 ആയി. അങ്ങനെ ഇടയ്ക്കൊക്കെ ഇറങ്ങി, മീൻസ് പെട്രോളൊക്കെ അടിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ നമുക്ക് കുറേ നേരം കാറിലിരിക്കുമ്പോൾ നല്ല കാലുവേദനയും എല്ലാം തോന്നും. പിന്നെ നല്ല വ്യൂ ആയിരുന്നു ആ സമയത്ത്. നമ്മൾ വൈകിട്ടൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു നാവൂര് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പം തന്നെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചതെടുത്തായിരുന്നു, അതൊക്കെ കുടിച്ച്. പിന്നെ ഉപ്പിലിട്ട കുറച്ച് സാധനങ്ങൾ, ചാമ്പക്ക, നെല്ലിക്ക, പൈനാപ്പിൾ, അതൊക്കെ വീട്ടിൽ നിന്ന് എടുത്തു. അത് കഴിഞ്ഞ് ഇടയ്ക്ക് തമിഴ്നാട് ബോർഡറൊക്കെ ആയപ്പം പമ്പിൽ നിർത്തി പെട്രോൾ അടിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ പെട്രോൾ അടിക്കണ നേരത്ത് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നിന്ന് കുറച്ച് സമയം എടുത്താണ് അവിടെ എത്തിയത്. ഫുഡ് കഴിക്കാൻ കയറി. അത് കഴിഞ്ഞിട്ട് വീണ്ടും രാത്രിയായപ്പോൾ ഓടിച്ചെത്തി റൂം എടുത്തു. റൂം 3:30 ആയപ്പോഴാണ്. കുറേ റൂം തപ്പി, വേറെ റൂമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് കുറച്ചും കൂടി നല്ല വൃത്തിയും മെനയായിട്ടുള്ള റൂമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഈ റൂം എടുത്തു. ഞങ്ങളവിടെ എത്തിയപ്പോൾ 3:30 ആയി. നല്ല റൂമായിരുന്നു, ബാൽക്കണി എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും നല്ലൊരു കാര്യം, പള്ളീൻ്റെ അടുത്തായിരുന്നു റൂം കിട്ടിയത്. നാവൂര് പള്ളീൻ്റെ അടുത്തായിരുന്നു ഞങ്ങൾക്ക് റൂം കിട്ടിയത്. അങ്ങനെ അത് കഴിഞ്ഞ് രാവിലെ തന്നെ പള്ളിയിലേക്ക് പോയി. അവിടെ പ്രാവുകൾക്ക് തീറ്റയൊക്കെ കൊടുക്കായിരുന്നു. അങ്ങനെ തീറ്റയൊക്കെ കൊടുത്തു. ഇതാണ് പള്ളി, നാവൂര് പള്ളി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പ്രാവിന് നമ്മൾ തീറ്റയൊക്കെ കൊടുത്തു. അവിടെ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് തീറ്റ കൊടുക്കാമായിരുന്നു. അങ്ങനെ പ്രാവിന് തീറ്റയൊക്കെ കൊടുത്തു. ആ പള്ളീൻ്റെ മുകളിൽ ഒരുപാട് പ്രാവുകൾ വന്നിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാതായിരുന്നു പള്ളിയിലേക്ക് പോയത്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് അവിടെ ശരവണ ഭവനിലായിരുന്നു, വേളാങ്കണ്ണിയിലായിരുന്നു ആ ഹോട്ടൽ. അപ്പം നമ്മൾ വേളാങ്കണ്ണിയിലേക്ക് പോയി. അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, പക്ഷെ അധികമായിട്ട് അങ്ങനെ കുറേ തിരക്കായിട്ടില്ലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ബീച്ചിൻ്റെ അവിടെ പോയി നിന്നു. അങ്ങനെ കുറച്ച് നേരം ബീച്ചിൽ വീഡിയോസൊക്കെ എടുത്ത് അവിടെ നിന്ന് തിരിച്ചു. അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു ബീച്ചിൽ. പിന്നെ അവിടെ നിന്ന് തന്നെ നാവൂര് പള്ളിയിൽ ഞങ്ങൾ ഇന്നവിടെ സ്റ്റേ ആയിരുന്നു. അങ്ങനെ തിരിച്ച് നമ്മൾ വേളാങ്കണ്ണിയിൽ നിന്ന് നമ്മൾ നാവൂര് പള്ളിയിലേക്ക് തന്നെ പോയി, റൂമിൽ പോയി. അപ്പോൾ ഇത് റൂമിൻ്റെ അങ്ങോട്ടുള്ള നാവൂര് പള്ളിയിലേക്കുള്ള വ്യൂ ആണ്. അതാണ് നാവൂര് പള്ളി. രാവിലെ ഒന്നും അധികം കടകൾ തുറന്നില്ല. 3:30 സമയമൊക്കെ ആയപ്പോഴാണ് കൂടുതലും കടകൾ തുറന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. നമ്മളപ്പോൾ ഇറങ്ങിയത് അനീഫ ബിരിയാണിയിലായിരുന്നു. നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. നല്ല അത്യാവശ്യം ഡീസൻറ്റും നല്ല വൃത്തിയും മെനയും ഒക്കെ ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടുത്തെ.
പനീഫ ബിരിയാണി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് റൂമിൽ പോയി. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.